ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിസിക്സ് ബൈ ഗ്രേസ് യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്നുള്ള 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺസ്ട്രെയിൻറ്റ്സ് ആൻഡ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്നുള്ള ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്ത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിളും ലഗ്രാഞ്ചസ് ഇക്വേഷനും ഈ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതെന്നല്ല ഒരു 10 MCQs ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ സയൻറ്റിഫിക് ഓഫീസിൻ്റെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ക്രാഷ് കോഴ്സ് നമ്മൾ ഏകദേശം 1000 MCQs ഡിസ്കസ് ചെയ്യുന്നുണ്ട് 10 മൊഡ്യൂൾസായിട്ട്. മാത്രമല്ല ക്രാഷ് കോഴ്സിൽ ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ 10 മൊഡ്യൂൾസിലായിട്ട് അതിൻ്റെ എല്ലാം കംപ്ലീറ്റ് പോർഷൻ കവർ ചെയ്യുന്ന റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ നമ്മൾ 1000 MCQs ലൈവായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതിന് മുമ്പ് ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞോട്ടെ. ഫസ്റ്റ് ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ആ മോഷനെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കേസിലേക്ക് മാറ്റാൻ പറ്റും. സ്റ്റാറ്റിക് കേസിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ഉദ്ദേശിക്കുന്നത് ഇതാണ്. നമുക്കറിയാം ന്യൂട്ടൺസ് ലോ, ഒരു പാർട്ടിക്കിൾ, ഒരു സിസ്റ്റത്തിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ ith പാർട്ടിക്കിളിലെ ഫോഴ്സ് എന്നുള്ളത് അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് ഈക്വൽ ആണ്. FI ഈസ് ഈക്വൽ ടു ഉദ്ദേശിക്കുന്ന ith പാർട്ടിക്കിൾ, ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ, സിസ്റ്റത്തിൽ n പാർട്ടിക്കിൾസ് ഉണ്ടെന്നായിരിക്കും, ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണ്, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് FI ആണെങ്കിൽ ആ FI ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ആ പാർട്ടിക്കിളിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് ഈക്വൽ ആണ്. PI ഡോട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് ആണ് എഴുതിയിട്ടുള്ളത്. dp/dt ആണത്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇങ്ങനെ എഴുതാം, FI മൈനസ് PI ഡോട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതാം. PI ഡോട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് FI മൈനസ് PI ഡോട്ട് 0 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇത് the above equation states that the dynamic system appears to be in equilibrium. അപ്പോൾ ഇവിടെ നെറ്റ് ഫോഴ്സ് 0 അല്ലേ, PI ഡോട്ട് എന്നുള്ളതും ഫോഴ്സിന് ഇക്വലൻ്റ് ആണ്. അങ്ങനെ എടുക്കും നമുക്ക് FI മൈനസ് PI ഡോട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതുമ്പോൾ ഈ ഡൈനാമിക് സിസ്റ്റം ആക്ച്വലി അതിന് നമ്മൾ ഇക്വിലിബ്രിയം, നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതൊരു ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റം ആയിട്ട് മാറുകയാണ്. ഓക്കെ, ഇക്വിലിബ്രിയത്തിനോട് അതിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുകയാണ്. അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സുകളായിട്ട് ഈ PI ഡോട്ട് എന്നുള്ളത് ഫോഴ്സിന് ഈക്വൽ ഉണ്ട്. അപ്പോൾ നമ്മൾ FIയും മൈനസ് PI ഡോട്ടും ആഡ് ചെയ്യുമ്പോൾ 0. ഓക്കെ, അപ്പോൾ ഒരു ഇഫക്റ്റീവ് ഫോഴ്സായിട്ട് PIനെ എടുക്കുകയാണ്, PI ഡോട്ടിനെ എടുക്കുകയാണ്, ഇഫക്റ്റീവ് ഫോഴ്സായിട്ട് PI ഡോട്ടിനെ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മ് 0 ആണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ഡൈനാമിക് സിസ്റ്റത്തെ നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്, ഒരു സ്റ്റാറ്റിക് കേസായിട്ട് കൺസിഡർ ചെയ്യണം. FI എന്നുള്ളത് PI ഡോട്ട് എന്നുള്ളത് ഒന്ന് മാറ്റി എഴുതുകയാണ്, FI മൈനസ് PI ഡോട്ട് ഈക്വൽ 0. അപ്പോൾ ഒരു ഡൈനാമിക് സിസ്റ്റത്തെ ഒരു സ്റ്റാറ്റിക് കേസിലേക്ക് മാറ്റി എഴുതുന്ന പോലെയാണ് നമുക്കിവിടെ ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിൾ വരുന്നത്. ഇനി ഇത്രയേ ഉള്ളൂ. FI മൈനസ് PI ഡോട്ട് 0 ആണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ΔRi, അതുകൊണ്ട് ഡോട്ട് ചെയ്യുമ്പോൾ 0 കിട്ടും. കാരണം ഇത് 0 ആയതുകൊണ്ട് അതിനെ ΔRi കൊണ്ട് ഡോട്ട് ചെയ്യുമ്പോഴും 0 കിട്ടും. അങ്ങനെ എല്ലാ പാർട്ടിക്കിൾസിൻ്റെ കേസിൽ ഇത് ith പാർട്ടിക്കിളിനാണെങ്കിൽ ഐയുടെ വാല്യൂ നമ്മൾ മാറ്റുകയാണ്. ഫസ്റ്റ് പാർട്ടിക്കിൾ, സെക്കൻഡ് പാർട്ടിക്കിൾ അങ്ങനെ മാറ്റിയാൽ 0 കിട്ടും. അപ്പോൾ ഇതിൻ്റെ സം ഓഫ് സിഗ്മ I FI മൈനസ് PI ഡോട്ട് ΔRi ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു വെർച്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഐഡിയ ആണ് പലപ്പോഴും. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എന്താണ് വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത്. നമ്മളിവിടെ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻഡ് ഫോഴ്സുകൾ നിലനിൽക്കെ തന്നെ നമ്മളിവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെ നോക്കൂ, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്നായിരിക്കും. അതിൻ്റെ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്നുള്ളത് ഇവിടുത്തെ റിയാക്ഷനാണ്. ഇതിപ്പോൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സ്പിയറിൻ്റെ സർഫസിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്നുള്ളത് സർഫസിൽ നിൽക്കാൻ കാരണം അതിന് ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല, ആ പുറത്തേക്ക് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ അതിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കിയാൽ, ആ സർഫസിന് ടാൻജൻഷ്യലായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഈ F ഡോട്ട് ΔR കാണുമ്പോൾ എനിക്ക് 0 കിട്ടും. കാരണം ഇത് 90 ഡിഗ്രിയാണ്. ഫോഴ്സിന് ഈ കൺസ്ട്രെയിൻഡ് ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് 0. ഇങ്ങനെ വർക്ക് 0 ആണെങ്കിൽ നമ്മൾ അതിനെ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ഫോർ ദീസ് ടൈപ്പ് ഓഫ് വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അതാണ് ഇതിൽ along the surface of the sphere so that the work done by the force during the virtual displacement is 0. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സാമ്പിൾ. ഒരു സ്ഫിയറിൻ്റെ സർഫസിൽ ഇതാണ് കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അവിടുത്തെ റിയാക്ഷൻ ഫോഴ്സ് തന്നെയാണ്, റിയാക്ഷൻ ഓഫ് ദ സർഫസ് ആണ്. അതും സർഫസിൽ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ഈ എഫും ΔRും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് വർക്ക് 0 ആണ്. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്.
D'Alembert's principle is used for എന്തിനാണ് D'Alembert's principle? ഈ ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, റെഡ്യൂസിങ് ദ പ്രോബ്ലം ഓഫ് കൈനറ്റിക്സ് ടു ഇക്വലന്റ് സ്റ്റാറ്റിക് പ്രോബ്ലം. ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഒരു കൈനറ്റിക് പ്രോബ്ലത്തെ അല്ലെങ്കിൽ ഡൈനമിക് പ്രോബ്ലത്തെ, ഡൈനമിക് എന്ന് പറഞ്ഞാൽ മോഷൻ, കൈനറ്റിക് എന്ന് പറഞ്ഞാൽ മോഷൻ തന്നെയാണ്. ഒരു മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ആ ഒരു എന്താ പറയുക, ഡൈനമിക് ആയിട്ടുള്ള പ്രോബ്ലത്തെ അല്ലെങ്കിൽ കൈനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലത്തെ ഒരു സ്റ്റാറ്റിക് പ്രോബ്ലത്തിലേക്ക് കൊണ്ടുവരികയാണ്. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. അതുകൊണ്ട് ഒരു സ്റ്റാറ്റിക് പ്രോബ്ലത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നെറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പോൾ ഒരു സ്റ്റാറ്റിക് കേസിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി. ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ ആണ് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ നോക്കൂ, D'Alembert's പ്രിൻസിപ്പിൾ ഈസ് കണക്റ്റഡ് വിത്ത് ഡാഷ് ഡിസ്പ്ലേസ്മെന്റ്. വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കണക്റ്റഡ് ആണ് D'Alembert's പ്രിൻസിപ്പിൾ. നമുക്ക് മനസ്സിലായി. ഇനി ഞാൻ ലെഗ്രാഞ്ചസ് ഇക്വേഷനിലേക്ക് പോവാണ്. ലെഗ്രാഞ്ചസ് ഇക്വേഷൻ, ലെഗ്രാഞ്ചിയൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ലെഗ്രാഞ്ചിയൻ എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി, ലെഗ്രാഞ്ചിയൻ എന്നുള്ളത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് T - V. ഇത് കൈനറ്റിക് എനർജിയാണ്. വി എന്നുള്ളത് പൊട്ടൻഷ്യൽ എനർജിയാണ് പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ. അപ്പോൾ L = T - V ആണ്. ലെഗ്രാഞ്ചസ് ഇക്വേഷൻ എന്നറിയപ്പെടുന്നത് d/dt ഓഫ് del L/del Qj ഡോട്ട് മൈനസ് del L/del Qj = 0. ഇത് ഒരു കൺസർവേറ്റീവ് സിസ്റ്റം. ദിസ് ഇക്വേഷൻ ഈസ് ഫോർ എ കൺസർവേറ്റീവ് സിസ്റ്റം. നമ്മൾ സാധാരണ പ്രോബ്ലം ചെയ്യാനൊക്കെ വരെ കൺസർവേറ്റീവ് സിസ്റ്റത്തിൻ്റെ കേസുകളാണ്. കൺസർവേറ്റീവ് സിസ്റ്റത്തിനാണ് എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം കൺസർവേറ്റീവ് ആയിരിക്കണം. ഗ്രാവിറ്റി പോലെ, അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പോലെ, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഫോഴ്സോ, അതൊക്കെ കൺസർവേറ്റീവ് ഫോഴ്സുകളാണ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ നമ്മൾ അത് ആഡ് ചെയ്യേണ്ടി വരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ QF എന്ന് എഴുതാം. അത് നോൺ കൺസർവേറ്റീവ് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ 0 അല്ല, QF ആണ് വരിക. അപ്പോൾ ആ QF എന്ന് ഉദ്ദേശിക്കുന്നത് നോൺ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫോഴ്സുകളാണ്. കൺസർവേറ്റീവ് ഫോഴ്സുകളെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ ഇക്വേഷനിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ കൺസർവേറ്റീവ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ 0 ആണ്. നോൺ കൺസർവേറ്റീവ് സിസ്റ്റം ആണെങ്കിൽ റൈറ്റ് സൈഡിൽ QF എന്ന് എഴുതണം. =0 അല്ല, QF, വേർ QF ഈസ് ദ ടോട്ടൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലെഗ്രാഞ്ചസ് ഇക്വേഷൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ലെഗ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എനർജിയുടെ ഡയമെൻഷനിൽ, കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ, എനർജിയുടെ ഡയമെൻഷണൽ ക്വാണ്ടിറ്റിയാണ്. ദ പാർട്ടിക്കിൾ ഈസ് അട്രാക്റ്റഡ് ടുവേഴ്സ് എ ഫിക്സഡ് പോയിന്റ്. ഇവിടെ പറഞ്ഞിട്ടുള്ള പാർട്ടിക്കിൾ ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യാണ്. പാർട്ടിക്കിൾ ഈസ് കൺസ്ട്രെയിൻഡ് ടു മൂവ് ഓൺ എ പ്ലെയിൻ വേർ ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ടുവേഴ്സ് എ ഫിക്സഡ് പോയിന്റ് വിത്ത് എ ഫോഴ്സ് വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പാർട്ടിക്കിൾ. അപ്പോൾ ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ് ആണ്. ഇൻവേഴ്സ് സ്ക്വയർ ലോയിൽ വരുന്ന ഫോഴ്സ് ആണ്. വാട്ട് ഈസ് ലെഗ്രാഞ്ചിയൻ ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ പോളാർ കോർഡിനേറ്റ്സ്. ഇവിടെ F പ്രൊപ്പോർഷണൽ ടു K/r² ആണ്, അല്ലെങ്കിൽ F ഈസ് ഈക്വൽ ടു K/r² ആണ്. F ഈസ് ഈക്വൽ ടു K/r². അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഇതാ പാർട്ടിക്കിൾ ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ടുവേഴ്സ് എ ഫിക്സഡ് പോയിന്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കാറുണ്ട്. നമ്മൾ ഫോഴ്സിന് മൈനസ് സൈൻ കൊടുക്കാറുണ്ട്. ആ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണ്ടുപിടിക്കും, നമുക്ക് കിട്ടുക F.dr ആണ്. പൊട്ടൻഷ്യൽ എനർജി -F.dr. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ F.dr. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് K/r² ഇൻറ്റു dr. യെസ്, ഇത് K കോൺസ്റ്റൻ്റ് ആണ്. 1/r² dr ഇൻ്റഗ്രൽ -1/r ആണ്. ഈ രണ്ട് മൈനസ് കൂടി ക്യാൻസൽ ആയിപ്പോവും. അപ്പം ഞാൻ ഒരു സ്റ്റെപ്പ് എഴുതാം, K ഇൻറ്റു 1/r² dr ആണ്. ഈ 1/r² ഇൻ്റഗ്രൽ -1/r ആണ്. ഓക്കെ, അപ്പോൾ -K/r എന്നാണ് നമുക്ക് പൊട്ടൻഷ്യൽ കിട്ടുക. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ കിട്ടിയത് -K/r. അപ്പോൾ ഫോഴ്സ് നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ വെച്ചിട്ട് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളത്, അപ്പോൾ ഇവിടുത്തെ ലെഗ്രാഞ്ചിയൻ എഴുതുമ്പോൾ T - V ആണ്. T എന്ന് പറഞ്ഞാൽ ½ ആണ്, കൈനറ്റിക് എനർജി അല്ലേ, മൈനസ് പൊട്ടൻഷ്യൽ എനർജി. ½ ഇൻറ്റു പോളാർ കോർഡിനേറ്റ്സിൽ V² പഠിച്ചു വയ്ക്കണം. പോളാർ കോർഡിനേറ്റ്സിൽ V² എന്നുള്ളത് r.² പ്ലസ് r² θ.² ആണ്. പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. r² പ്ലസ് r.θ, അത് പഠിച്ചു വയ്ക്കണം. നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെ അത് പഠിച്ചു വയ്ക്കുകയാണ് നല്ലത്. മൈനസ് V എന്നുള്ളത് -K/r ആണ്. അപ്പോൾ ഇവിടെ -K/r വരുമ്പോൾ ഇത് പ്ലസ് ആവും അല്ലേ.
അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഹാഫ് എം ഇൻറ്റു ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ. ഇവിടെ എം ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട്. എം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു എം ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് കെ ബൈ ആർ ആണ് വരിക. പ്ലസ് കെ ബൈ ആർ. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. വേറെ ക്വസ്റ്റിലേക്ക് പോകാം. ലഗ്രാഞ്ചിയൻ ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ ആൻ ഇൻവേഴ്സ് സ്ക്വയറിലെ ഫോഴ്സ്. ഇത് വേറെ എക്സാമിന് സെറ്റ് എക്സാമിന് ചോദിച്ചാൽ മുമ്പത്തെ ക്വസ്റ്റ്യൻ HSST ചോദിച്ചാണ്. പക്ഷേ സെയിം ആണ്, ഇൻവേഴ്സ് സ്ക്വയറിലെ ഫോഴ്സ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ഹാഫ് എം ഇൻറ്റു ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് കെ ബൈ ആർ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇത് കെ ബൈ ആർ സ്ക്വയർ ആണ്, ഇത് തെറ്റാണ്. ഫോഴ്സ് ആണ് കെ ബൈ ആർ സ്ക്വയറിൽ വരുന്നത്, മൈനസ് കെ ബൈ ആർ സ്ക്വയർ. പൊട്ടൻഷ്യൽ മൈനസ് കെ ബൈ ആർ ആണ്. ഇൻവേഴ്സ് സ്ക്വയറിലെ ഫോഴ്സ് ആണ് എന്ത് വരുന്നത്? കെ ബൈ മൈനസ് കെ ബൈ ആർ സ്ക്വയർ വരുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ കാണുമ്പോൾ നമുക്ക് മൈനസ് കെ ബൈ ആർ ആണ് കിട്ടുക. ഓക്കെ. A particle in a potential has its Lagrangian given by this equation. Identify the constant of motion. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ സൈക്ലിക് കോർഡിനേറ്റ്സ് ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. സൈക്ലിക് കോർഡിനേറ്റ്സ്. ഇവിടെ ലഗ്രാഞ്ചിയൻ എടുത്ത് എഴുതാം. ഹാഫ് എം ഇൻറ്റു അത് ആർ ഡോട്ട് സ്ക്വയർ ആണ്. ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആർ ഡോട്ട് ആണ്. ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ടൈം ആർ ഡോട്ട്. ആർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ആർ ഡോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആറ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ് ആറ്. പോസിറ്റീവ് വെക്ടർ അല്ലേ? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ആർ ഡോട്ട് സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്, എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ പ്ലസ് സെഡ് ഡോട്ട് സ്ക്വയർ ആണ്. ഇതാണ് ആർ ഡോട്ട് സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡി ആർ ബൈ ഡി ടി ഇതാണ് ആർ ഡോട്ട്. ഡി ആർ ബൈ ഡി ടിയുടെ ഹോൾ സ്ക്വയർ ആണ് അല്ലേ? ഇവിടെ തന്നിട്ടുള്ള എന്താണ്? ഡി ആർ ബൈ ഡി ടിയുടെ ഹോൾ സ്ക്വയർ ആണ്. ഡി ആർ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ. ഡി ആർ ബൈ ഡി ടിയുടെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർ ഡോട്ട് എന്താ? ആർ ഡോട്ടിൻ്റെ സ്ക്വയർ. ആർ ഡോട്ട് എന്താണ്? എക്സ് ഡോട്ട് ഐ ക്യാപ് പ്ലസ് വൈ ഡോട്ട് ജെ ക്യാപ് പ്ലസ് സെഡ് ഡോട്ട് കെ ക്യാപ് ആണ്. ഓക്കെ. അപ്പോൾ ആർ ഡോട്ടിൻ്റെ സ്ക്വയർ എന്താണ്? ആർ ഡോട്ടിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ ഡോട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്. നമുക്കറിയാം ഇത് വെക്റ്റർ ആണ്. മാഗ്നിറ്റ്യൂഡ് കാണാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ റൂട്ട് ഓഫ് ഇങ്ങനെയല്ലേ എഴുതാം? എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ പ്ലസ് സെഡ് ഡോട്ട് സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്താ? ആർ ഡോട്ടിൻ്റെ സ്ക്വയർ എന്താ? എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ പ്ലസ് സെഡ് ഡോട്ട് സ്ക്വയർ ആണ്. ഓക്കെ. അപ്പോൾ ഞാൻ എഴുതിയത് കറക്റ്റ് അല്ലേ? അതെ. മൈനസ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജനറലി ലഗ്രാഞ്ചിയൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എൽ ഈസ് ഈക്വൽ ടു എൽ ഓഫ് ക്യൂ ഉണ്ട്, ക്യൂ ഡോട്ട് ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറയാം ക്യൂ ജെ ഡോട്ട് ആൻഡ് ടൈം ഇങ്ങനെയാണ്. പക്ഷേ കൺസർവേറ്റീവ് സിസ്റ്റങ്ങളിൽ ടൈം ഉണ്ടാവില്ല, എക്സ്പ്ലിസിറ്റ് ആയിട്ട് ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് പൊസിഷനും ഇത് അതിൻ്റെ വെലോസിറ്റിയും എന്ന് പറഞ്ഞാൽ ഡോട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ലഗ്രാഞ്ച്, ഈ ക്വസ്റ്റ്യനിൽ ലഗ്രാഞ്ചിൽ എക്സ് ഡോട്ടും വൈയും വൈ ഡോട്ടും സെഡ് ഡോട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ടൈം ഞാൻ പറഞ്ഞു കൺസർവേറ്റീവ് സിസ്റ്റങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ. പക്ഷേ ഈ ലഗ്രാഞ്ച് നോക്കുകയാണെങ്കിൽ എക്സ് ഡോട്ട് ഉണ്ട്, വൈ ഡോട്ട് ഉണ്ട്, സെഡ് ഡോട്ട് ഉണ്ട്. പക്ഷെ ഇവിടെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഇല്ല. നോക്കൂ, സെഡ് കോർഡിനേറ്റ് ഇല്ല. ബാക്കി എല്ലാവരും പ്രസൻ്റ് ആണ്. എക്സ് ഉണ്ട്, എക്സ് ഡോട്ട് ഉണ്ട്, വൈ ഉണ്ട്, വൈ ഡോട്ട് ഉണ്ട്, സെഡ് ഡോട്ട് ഉണ്ട്, പക്ഷെ സെഡ് ഇല്ല. സെഡ് ഡോട്ട് ഉണ്ടായിട്ട് സെഡ് ഇല്ലാണ്ട് വരുമ്പോൾ സെഡിനെ നമ്മൾ സൈക്ലിക് കോർഡിനേറ്റ് എന്ന് വിളിക്കാം. ലഗ്രാഞ്ചിയനിലെ ആബ്സെൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ് നമ്മൾ സൈക്ലിക് കോർഡിനേറ്റ് എന്ന് വിളിക്കാം. സെഡ് ഡോട്ട് ഉണ്ടായിട്ട് സെഡ് ഇല്ലാണ്ട് വരുമ്പോൾ നമ്മളതിനെ സൈക്ലിക് കോർഡിനേറ്റ് എന്ന് വിളിക്കാം. അത് ശ്രദ്ധിക്കുക. അതാണ് സൈക്ലിക് കോർഡിനേറ്റ്. ഒരു കോർഡിനേറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ഉണ്ട്, പക്ഷേ ആ കോർഡിനേറ്റ് ആബ്സെൻ്റ് ആണെങ്കിൽ നമ്മൾ സൈക്ലിക് കോർഡിനേറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ സെഡ് കോർഡിനേറ്റ് സൈക്ലിക് ആണ്. സോറി, യെസ്, സെഡ് ഈസ് സൈക്ലിക്. സൈക്ലിക് എന്ന് വിളിക്കും, സൈക്ലിക് കോർഡിനേറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇഗ്നോറബിൾ കോർഡിനേറ്റ് എന്ന് വിളിക്കും.
അല്ലെങ്കിൽ ഇഗ്നോറബിൾ കോർഡിനേറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളിപ്പം മൊമെൻറ്റം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ലഗ്രാഞ്ചിൽ നിന്ന് മൊമെൻറ്റം കണ്ടുപിടിക്കുക. എങ്ങനെ മൊമെൻറ്റം കണ്ടുപിടിക്കുക? ലഗ്രാഞ്ചിൽ നിന്ന് മൊമെൻറ്റം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഏതെങ്കിലും മൊമെൻറ്റം കിട്ടണമെങ്കിൽ ഇപ്പോൾ പി ജെ എന്നാണ് നമ്മൾ ജനറലി എഴുതുക. എന്ന് പറഞ്ഞാൽ ജെത്ത് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റം ഡെൽ എൽ ബൈ ഡെൽ ക്യു ജെ ഡോട്ട്. ക്യു ജെ ഡോട്ട് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ് കേട്ടോ. ക്യൂ എന്ന് പറഞ്ഞാൽ ക്യു ജെ എന്നുള്ളത് കോർഡിനേറ്റും അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. അപ്പോൾ ലഗ്രാഞ്ചിനെ വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മൊമെൻറ്റം കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പി സെഡ് അല്ലേ വേണ്ടത്, സെഡ് കോർഡിനേറ്റ് ഡെൽ എൽ ബൈ ഡെൽ സെഡ് ഡോട്ടാണ്. ഓക്കെ, ഡെൽ എൽ ബൈ ഡെൽ സെഡ് ഡോട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ സെഡ് സൈക്ലിക് ആകുമ്പോൾ എന്താണ് സംഭവിക്കുക അതെന്ന് പറയട്ടെ. സെഡ് സൈക്ലിക് ആണെങ്കിൽ, ഏതെങ്കിലും കോർഡിനേറ്റ് സൈക്ലിക് ആണെങ്കിൽ എന്ത് സംഭവിക്കുക ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പേജ് ഒന്ന് ആഡ് ചെയ്തോട്ടെ. നോക്കൂ, ഇപ്പോൾ ലഗ്രാഞ്ചസ് ഇക്വേഷൻ എന്താ? ലഗ്രാഞ്ച് ഇക്വേഷൻ ഡി ബൈ ഡി ടി ഓഫ് ഡെൽ എൽ ബൈ ഡെൽ ക്യു ജെ ഡോട്ട് മൈനസ് ഡെൽ എൽ ബൈ ഡെൽ ക്യു ജെ ഈക്വൽ ടു 0. നോക്കൂ, ഇപ്പോൾ ക്യു ജെ സൈക്ലിക് ആണ്. ലെറ്റ് ക്യു ജെ ഈക്വൽ ടു എ സൈക്ലിക് കോർഡിനേറ്റ്. സൈക്ലിക് എന്ന് പറഞ്ഞാൽ ലഗ്രാഞ്ചിയനിലെ ആബ്സെൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്. അങ്ങനെ വരുമ്പോൾ ക്യു ജെ ലഗ്രാഞ്ചിയനിൽ ഇല്ലെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദിസ് ഡെൽ എൽ ബൈ ഡെൽ ക്യു ജെ? 0 അല്ലേ? ക്യു ജെ സൈക്ലിക് ആണെങ്കിൽ ലഗ്രാഞ്ചിനെ വിത്ത് റെസ്പെക്ട് ടു ക്യു ജെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലഗ്രാഞ്ചിലെ ക്യു ജെ ഇല്ല. ലഗ്രാഞ്ചിന് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ക്യു ജെ, പാർഷ്യൽ ഡിഫറൻഷിയേഷൻ അല്ലേ? അപ്പോൾ ലഗ്രാഞ്ചിനെ വിത്ത് റെസ്പെക്ട് ടു ക്യു ജെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിട്ട് മാറും? ഫസ്റ്റ് ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ. ഡി ബൈ ഡി ടി ഓഫ് ഡെൽ എൽ ബൈ ഡെൽ ക്യു ജെ ഡോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. നോക്കൂ, ഡി ബൈ ഡി ടി ഓഫ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിലെ ക്വാണ്ടിറ്റിയുടെ ഡെറിവേറ്റീവ്, ടൈം ഡെറിവേറ്റീവ് 0 ആണ്. എന്ന് പറഞ്ഞാൽ നോക്കി, വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഇൻസൈഡ് ദ ബ്രാക്കറ്റ്? ഈ ക്വാണ്ടിറ്റി എന്താ? ഇതാണ് ശരിക്കും മൊമെൻറ്റം പി ജെ. മനസ്സിലായേ? ക്യു ജെ അല്ലേ ഇതിവിടെ വരുന്നത് അല്ലേ? ക്യു ജെ ഡോട്ട് കൊണ്ട് അല്ലെങ്കിൽ ക്യു ജെനിക്ക് റെസ്പോണ്ടിങ് വെലോസിറ്റി കൊണ്ട് ലഗ്രാഞ്ചിയൻ ഡിഫറൻഷിയേഷൻ നമുക്ക് കിട്ടുന്ന മൊമെൻ്റ് ആണ്. അതിൻ്റെ അർത്ഥം ഡി ബൈ മൊമെൻറ്റത്തിൻ്റെ ടൈം ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം കൺസേർവ്ഡ് എന്നാണ് അർത്ഥം. ഓർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. ഓക്കെ, അപ്പോൾ ഒരു കോർഡിനേറ്റ് സൈക്ലിക് ആയിട്ട് വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റം എന്ത് ചെയ്യും? കൺസേർവ്ഡ്. അപ്പം സെഡ് സൈക്ലിക് ആണെങ്കിൽ വെൻ സെഡ് ഈസ് സൈക്ലിക് പി സെഡ് ഈസ് കൺസേർവ്ഡ്. കറസ്പോണ്ടിങ് മൊമെൻറ്റം കൺസേർവ് ചെയ്യും. എക്സ് ആണ് സൈക്ലിക് എങ്കിൽ എന്ത് സംഭവിക്കും? പി എക്സ് കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, അതാണ് സൈക്ലിക് കോർഡിനേറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ സെഡ് കോർഡിനേറ്റ് ആബ്സെൻ്റ് ആണ്. സെഡ് കോർഡിനേറ്റ് ഇല്ല. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് സെഡ് കമ്പോണൻ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം. നമുക്കറിയാം സെഡ് ആയതുകൊണ്ട് പി സെഡ് ആണ്. പി സെഡ് എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെൻ്റ് ആണ്. ഓക്കെ, കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റം ലീനിയർ മൊമെൻ്റ് ആണ്. ആംഗിൾ വരുമ്പോഴാണ് ആംഗുലർ മൊമെൻറ്റം വരിക. അപ്പോൾ സെഡ് കമ്പോണൻ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഓഫ് മോഷൻ. It's a constant of motion or it is a conserved quantity. Yes. For a system described by the Lagrangian where G is constant, ഇതിൽ ഏതാണ് സൈക്ലിക്? നമുക്കറിയാം ഇവിടെ എക്സ് ഡോട്ട് ഉണ്ട്, വൈ ഡോട്ട് ഉണ്ട്, സെഡ് ഡോട്ട് ഉണ്ട്. പക്ഷേ സെഡ് മാത്രമേ ഉള്ളൂ. എക്സ് ആബ്സെൻ്റ് ആണ്, വൈ ആബ്സെൻ്റ് ആണ്. അപ്പോൾ എക്സും വൈയും ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? എക്സ് ഡോട്ട് ഉണ്ട്, വൈ ഡോട്ട് ഉണ്ട്, സെഡ് ഡോട്ട് ഉണ്ട്. പക്ഷേ കോർഡിനേറ്റ് ആയിട്ട് ഇത് വെലോസിറ്റികളാണ്. കോർഡിനേറ്റ് അങ്ങനെ തന്നെ ഇല്ല. എക്സ് ഇല്ല, വൈ ഇല്ല, സെഡ് ഉണ്ട്. അപ്പോൾ സെഡ് സൈക്ലിക് അല്ല, എക്സും വൈയും സൈക്ലിക് ആണ്. എക്സ് ആൻഡ് വൈ ആർ സൈക്ലിക് കോർഡിനേറ്റ്സ്. എക്സ് ആൻഡ് വൈ ആർ സൈക്ലിക് കോർഡിനേറ്റ്സ്. എക്സ് ആൻഡ് വൈ ഏതാ കറക്റ്റ് ഓപ്ഷൻ? ഇതല്ലേ? എക്സ് ആൻഡ് വൈ ആർ സൈക്ലിക് കോർഡിനേറ്റ്സ്. എക്സ് ആൻഡ് സെഡ് അല്ല, എക്സ് ആൻഡ് വൈ ആർ സൈക്ലിക് കോർഡിനേറ്റ്സ്. നോക്കൂ, ഇവിടെ ഏതാ സൈക്ലിക് കോർഡിനേറ്റ്? ഇത് ഏതാണ് കൺസേർവ്ഡ് എന്ന് ചോദിച്ചിട്ടില്ല. ഇവിടെ നോക്കുക, നമുക്കറിയാം സെഡ് കോർഡിനേറ്റ് സൈക്ലിക് ആണ്. സെഡ് ഈസ് സൈക്ലിക് അല്ലേ? സെഡ് സ്ക്വയർ ഒന്നും ഇല്ല ഇവിടെ, അല്ലെങ്കിൽ സെഡ് ഇല്ല. എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഒക്കെ ഉണ്ട്. മനസ്സിലായോ? സെഡ് ഡോട്ട് സ്ക്വയർ ഇവിടെ ഉണ്ട്, പക്ഷേ സെഡ് ഇല്ല. അപ്പോൾ സൈക്ലിക് ആണ്. സെഡ് സൈക്ലിക് ആയതുകൊണ്ട് പി സെഡ് കൺസേർവ്ഡ് ആണ്. പി സെഡ് ഈസ് കൺസേർവ്ഡ്. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ.
ഇവിടെ തന്നിട്ടുള്ള ലഗ്രാഞ്ചിന് ഇതാണ് ആൽഫ ഇൻറ്റു ഡി ക്യൂ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്യൂ ഡോട്ട് സ്ക്വയർ എന്ന് എഴുതിയാലും മതി. ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ക്യൂ ഡോട്ട് ആണ് പ്ലസ് ബീറ്റ ക്യൂ സ്ക്വയർ ആണ്. ഇവിടെ മൊമെൻ്റതാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്ന മൊമെൻ്റ് ഏതാണ് കറക്റ്റ്? കോഞ്ചുഗേറ്റ്. ഇഫ് പി ഈസ് ഡിനോട്ട്സ് എ കാനോണിക്കൽ മൊമെൻറ്റം കോഞ്ചുഗേറ്റ് ടു ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻ്റ് ആണെങ്കിൽ പി എങ്ങനെ കിട്ടുക? ഡെൽ എൽ ബൈ ഡെൽ ക്യൂ ഡോട്ട് ചെയ്യണം. ലഗ്രാഞ്ചിനെ വിത്ത് റെസ്പെക്ട് ടു ക്യൂ ഡോട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. നമുക്കറിയാം ക്യൂ ഡോട്ട് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ആൽഫ ഇൻറ്റു ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 ക്യൂ ഡോട്ടാണ് വരിക. ഈ ടൈമിൽ ക്യൂ ഡോട്ട് ഇല്ല, അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ 2 ആൽഫ ക്യൂ ഡോട്ടാണ് വരിക. 2 ആൽഫ ക്യൂ ഡോട്ട്. നമുക്കറിയാം ക്യൂ സൈക്ലിക് അല്ല, ക്യൂ ഈസ് നോട്ട് സൈക്ലിക്. അതുകൊണ്ട് തന്നെ ക്യൂ ഡോട്ട് എന്ത് ചെയ്യില്ല, മൊമെൻ്റ് എന്ത് ചെയ്യില്ല, കൺസർവ് ചെയ്യില്ല. അപ്പോൾ മൊമെൻറ്റം 2 ആൽഫ ക്യൂ ഡോട്ടാണ്, അല്ലെങ്കിൽ 2 ആൽഫ ക്യൂ ഡോട്ടിന് ഡി ക്യൂ ബൈ ഡി ടി എന്നാണ് എഴുതിയിട്ടുള്ളതിൽ ഓപ്ഷൻസിൽ അല്ലേ. 2 ആൽഫ ഡി ക്യൂ ബൈ ഡി ടി ആണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ കൺസർവ്ഡ് ക്വാണ്ടിറ്റി ബിക്കോസ് ക്യൂ ഈസ് നോട്ട് സൈക്ലിക്. നോട്ട് എ കൺസർവ്ഡ് ക്വാണ്ടിറ്റി. അപ്പോൾ ഇതാണ് സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. 2 ആൽഫ ക്യൂ ഡോട്ട് ആണ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ കൺസർവ്ഡ് ക്വാണ്ടിറ്റി. ഇനി കാനോണിക്കൽ മൊമെന്റ് ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓഫ് മാസ് m and q and charge q moving at a speed v along an electromagnetic field of vector potential a. അപ്പോൾ ഇതിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി ടി നമ്മൾ എഴുതുന്നത് ഹാഫ് എം വി സ്ക്വയർ തന്നെയാണ്. ഹാഫ് എം വി സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എഴുതുന്നത്, ഞാൻ വി എന്ന് എഴുതിക്കോട്ടെ, ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി അത് എഴുതുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ട്, അതിനെ നമ്മൾ Q5 എന്ന് എഴുതുന്നത്. സാധാരണ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന് വി ആ കൊടുക്കാറ്, പക്ഷെ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ 5 കൊടുത്താണ്, കുറച്ചുകൂടി ജനറലൈസ്ഡ് നൊട്ടേഷൻ 5 കൊടുത്താണ്. ഓക്കെ, വിക്ക് വരെ 5 കൊടുക്കുക. ടോട്ടൽ പൊട്ടൻഷ്യലാണ് ഞാൻ വി കൊടുക്കുക. ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജിക്കാണ് വി കൊടുക്കുന്നത്. ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജിയാണ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ആകുമ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, Q ഇൻറ്റു എ ഡോട്ട് വി. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി നമുക്ക് Q ഇൻറ്റു എ ഡോട്ട് ബി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, Q ഇൻറ്റു എ ഡോട്ട് ബി. അപ്പോൾ Q5 മൈനസ് Q ഇൻറ്റു എ ഡോട്ട് ബി ആണ് മൊത്തം പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ലഗ്രാഞ്ചിൻ കാണുമ്പോൾ ടി മൈനസ് വി അല്ലേ, അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ മൈനസ് ചെയ്യണം അല്ലേ, മൈനസ് Q5 പ്ലസ് Q ഇൻറ്റു എ ഡോട്ട് ബി. ഓക്കെ, അപ്പോൾ ഇവിടെ മൊമെൻറ്റം കാണണമെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാനോണിക്കൽ മൊമെൻറ്റം ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ മൊമെൻറ്റം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഡെൽ എൽ ബൈ ആ കോർഡിനേറ്റ് കൊണ്ട് കോർഡിനേറ്റ് നമ്മൾ സാധാരണ QJ ഡോട്ട് എന്ന് എഴുതുക. QJ ഡോട്ട് എന്ന് എഴുതുന്നത് വെലോസിറ്റിയാണ്. ഇവിടെ Q എഴുതിയിട്ടുള്ള ചാർജാണ് കേട്ടോ, കോർഡിനേറ്റ് അല്ല. അപ്പോൾ ശ്രദ്ധിക്കണം, Q ഡോട്ട് ഇവിടെ ഉണ്ട്, വെലോസിറ്റി ഇതാ, ഇവിടെ വെലോസിറ്റി ഉണ്ട്, ഇവിടെ വെലോസിറ്റി ഉണ്ട്. മനസ്സിലായോ? കോർഡിനേറ്റിൻ്റെ ഡെറിവേറ്റീവ് വെലോസിറ്റിയാണ്. വെലോസിറ്റി വി തന്നെയാണ് ഈ ക്വസ്റ്റനിൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് വിത്ത് റെസ്പെക്ട് വി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ലഗ്രാഞ്ചിനെ വിത്ത് റെസ്പെക്ട് വെലോസിറ്റി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്ന, മൊമെൻ്റ് കിട്ടുന്നത്. ചിലയിടത്ത് നമ്മൾ വെലോസിറ്റി ജനറലി എഴുതുമ്പോൾ Q ഡോട്ട് എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് വി ഫസ്റ്റ് ടൈമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഹാഫ് എം ഇൻറ്റു 2v അല്ലേ വരിക. സെക്കൻഡ് ടൈമിൽ വി ഇല്ല, അപ്പോൾ 0 വരും. തേർഡ് ടൈമിൽ Q ഇൻറ്റു വി ഉണ്ട്, അപ്പോൾ വിയുടെ ഡെറിവേറ്റീവ് 1, അപ്പോൾ QA എന്നാണ് വരിക. QA എന്നാണ് വരിക. ഓക്കെ, ഇത് വെക്ടറാണ്, ഇത് വെക്ടറാണ്. വെക്ടർ സിമ്പിൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷൻസിലൊന്നും വെക്ടർ സിമ്പിൾ ഇല്ല. അപ്പോൾ ഇത് ഇങ്ങനെ വരിക, എം വി വെക്ടർ സിമ്പിൾ ഇവിടെയാണ്, സോറി, വെലോസിറ്റിക്ക് എം വി മൈനസ് QA, എം വി പ്ലസ് QA, മൈനസ് അല്ല, മൈനസ് 0 ആണ് ഇവിടെ. എം വി പ്ലസ് QA ആണ് വരിക. എം വി പ്ലസ് QA ഈസ് ദ മൊമെൻറ്റം. എം വി പ്ലസ് QA ആണ് മൊമെൻറ്റം. പക്ഷെ ഇവിടെയുള്ളത് എം വി പ്ലസ് QA എന്നൊരു ഓപ്ഷൻ ഇല്ല. ഇങ്ങനെയാണ്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കാണുന്ന, പ്രത്യേകിച്ച് പഴയ ടെക്സ്റ്റ് ബുക്കുകളിൽ കാണുന്ന ഒരു നൊട്ടേഷൻ ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റിൽ എഴുതാം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റിൽ എഴുതുമ്പോൾ ക്യൂവിന് പകരം Q/C എന്ന് കാണാം. ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജൊക്കെ എഴുതുമ്പോൾ ഇക്ക് പകരം E/C എന്ന് എഴുതാറുണ്ട്. അത് ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റിൽ എഴുതുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ Q/C വരുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായി? അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. അവിടെ ക്യൂവിന് പകരം Q/C എഴുതിയിട്ടുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റിൽ എഴുതിയതുകൊണ്ടാണ്. അപ്പോൾ എം വി പ്ലസ് Q/C എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, SI യൂണിറ്റിൽ നമ്മൾ എം വി പ്ലസ് QA എന്നാണ് എഴുതേണ്ടത്. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കാം. സെറ്റ് 2023 ക്വസ്റ്റ്യൻ ആണത്.
നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ലഗ്രാഞ്ചിയൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ L is equal to half m r dot square plus r square theta dot square minus v of r. ഇതാണ് ലഗ്രാഞ്ച്. ജനറലൈസ്ഡ് മൊമെൻ്റ്. ഇവിടെ രണ്ട് കോർഡിനേറ്റ്സ് ഉണ്ട്, ഒന്ന് ആറും മറ്റേ തീറ്റയും. രണ്ട് കോർഡിനേറ്റ്സ് ഉണ്ട്. ലഗ്രാഞ്ചിയൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ആർ തീറ്റ ആർ ഡോട്ട് തീറ്റ ഡോട്ട്. ടൈം വരുന്നില്ല, ടൈം ഇതിൻ്റെ ഫങ്ഷനായിട്ട് വരുന്നില്ല, കൺസർവേറ്റീവ് സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ രണ്ട് മൊമെൻറ്റം വരും. ഒന്ന് ആറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റം, എന്നാണ് പൊസിഷൻ കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ്. അതിനെ നമ്മൾ ലീനിയർ മൊമെൻറ്റ് എന്ന് വിളിക്കുക, ലീനിയർ മൊമെൻ്റ് ആണത്. പിന്നെയുള്ളത് തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതിനെ ആംഗുലർ മൊമെൻറ്റ് എന്ന് വിളിക്കുക. പി തീറ്റ എന്ന് എഴുതിയാൽ അത് ഇറ്റ് ഈസ് ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ ലീനിയർ മൊമെൻറ്റം അല്ലെങ്കിൽ പി ആർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഡെൽ എൽ ബൈ ഡെൽ ആർ ഡോട്ട് കൊണ്ട് ലഗ്രാഞ്ചിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ആംഗുലർ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ തീറ്റ ഡോട്ട് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നോക്കൂ, ആർ ഡോട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഹാഫ് എം ഇൻറ്റു, ഇതാണ് നമ്മുടെ ലഗ്രാഞ്ചിയൻ, ഇതാ ഇവിടെ നമ്മൾ എടുത്തത് ഹാഫ് എം ഇൻറ്റു ഈ ടൈമാണ് വരും അല്ലേ, 2r ഡോട്ട് വരും. അപ്പോൾ നമുക്ക് എം ആർ ഡോട്ടാണ്, ബാക്കി ടൈമിലൊന്നും ആർ ഡോട്ട് ഇല്ല, അപ്പോൾ അതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ് 0 ആണ്. എം ആർ ഡോട്ട് വരും, ലീനിയർ മൊമെൻറ്റം. ഇനി തീറ്റ ഡോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഹാഫ് എം അവിടെയും കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. ആർ ഡോട്ട് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. ആർ സ്ക്വയർ ഉണ്ട്, തീറ്റ ഡോട്ട് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 തീറ്റ ഡോട്ട് വരും. അപ്പോൾ നമുക്ക് കിട്ടാം ഹാഫ് എം ഇൻറ്റു 2r സ്ക്വയർ തീറ്റ ഡോട്ടാണ്. അപ്പോൾ 2 ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് വരും, എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. അപ്പം നമുക്ക് ഫൈനലി കിട്ടുന്നത് ഇതും ഇതും അല്ലേ, എം ആർ ഡോട്ടും മറ്റേത് എം ആർ സ്ക്വയർ തീറ്റ ഡോട്ടും. ഇതാണ് രണ്ട് ജനറലൈസ്ഡ് മൊമെൻറ്റുകൾ, എം ആർ ഡോട്ടും എം ആർ സ്ക്വയർ തീറ്റ ഡോട്ടും. എം ആർ ഡോട്ടും എം ആർ സ്ക്വയർ തീറ്റ ഡോട്ടും ഫസ്റ്റ് ഓപ്ഷനല്ലേ കറക്റ്റ്? എം ആർ ഡോട്ട് എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ ടോപ്പിക്കായിട്ട് വരാം. താങ്ക് യു.